പ്രിയ സുഹൃത്തുക്കളെ, ഡോക്ടർ ടി സീസ് ക്രിയേഷൻ എന്നുള്ള ചാനലിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. അത് നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുന്നത് നല്ലതായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഒരു നല്ല ഐഡിയ ഞാനിപ്പോൾ പറഞ്ഞു തരികയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ബഫലോ അല്ലെങ്കിൽ പോത്തിറച്ചി എന്ന് പറയുന്ന ഇറച്ചി കൊണ്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിനാണ് ഞാൻ ആദ്യം പറയുന്നത് കേട്ടോ. പോത്തിറച്ചി നന്നായിട്ട് കഴുകി അത് 1 കിലോ വേണം. ചെറിയ ഉള്ളി 1 കപ്പ്, ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 4 ചുള, കറിവേപ്പില കുറച്ച് ആവശ്യമുള്ള നമുക്കറിയാമല്ലോ എടുക്കുക. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ തുടങ്ങിയ 1 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. പച്ചമുളക് 2 എണ്ണം, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല കുറച്ച് മതി. പിന്നെ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുക്കുക. കറുവാപ്പട്ട 1 കഷ്ണം എടുക്കുക. ഏലക്ക 2 എണ്ണം, ഗ്രാമ്പു 4 എണ്ണം, തേങ്ങാക്കൊത്ത് കുറച്ച്. അങ്ങനെ അത്രയും നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഇനി പറയാൻ പോവുകയാണ്. ഈ 1 കിലോ പോത്തിറച്ചി നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിരുന്നത് പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കുക. ഇതുപയോഗിച്ച് നമ്മൾ മാരിനേഷൻ ചെയ്യാൻ പോവുകയാണിപ്പോൾ. കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചിയിൽ വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ചെടുത്ത് കഴുകി കഷണിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിൽ പുരട്ടുക. ദാറ്റ് ഇസ് കോൾഡ് മാരിനേഷൻ. അങ്ങനെ പുരട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വെളിച്ചെണ്ണ വേണം കേട്ടോ. നേരം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കുക. കാരണം അത് നന്നായിട്ട് അബ്സോർവ് ചെയ്ത് വരും, ഇറച്ചി അത് വലിച്ചെടുത്തോളും. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ഇറച്ചി ഒരു പ്രഷർ കുക്കറിൽ ആക്കി അല്പം വെള്ളം ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അത് നന്നായിട്ടിരുന്ന് വെന്തുകൊള്ളും. ഒത്തിരി ആളിച്ച് തീയൊന്നും വെച്ചേക്കരുത്, മീഡിയം ഫ്ലെയിം മതി കേട്ടോ. ഒരു 5 വിസിൽ കേൾക്കുന്നതിന് വരെയൊക്കെ വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മളൊരു കുക്കിംഗ് പാൻ എടുക്കുന്നു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ തേങ്ങാക്കൊത്ത് അതിലിടുക. തേങ്ങാക്കൊത്തിലിട്ടിട്ട് അതൊരു നല്ലൊരു ഗോൾഡൻ കളറ് വന്ന് കഴിയുമ്പം അതുവരെ ഇടണം. ഇതിലേക്ക് നമ്മൾ ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട എല്ലാം ചേർക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി ഇവയെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ചതച്ച് ചേർക്കണം കേട്ടോ, എന്നാലും ഇതൊക്കെ ശരിക്കും അതിൻ്റെ ആ രുചി നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നീട് ചെയ്യേണ്ടത് വേവിച്ച ഇറച്ചി ഈ പാനിൽ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ കേട്ടോ. കാരണം ഈ ഉപ്പ് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും, പിന്നീട് അത് ഓർത്ത് വരുള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുക. പാൻ മൂടി വെക്കുക. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് പറയാൻ വന്നത്, ഇന്നിപ്പോൾ ഒരു ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ നാളത്തേക്ക് നല്ലൊരു ബീഫ് ഫ്രൈ, കുറച്ച് ബീഫ് ചാറായിട്ട് ഗ്രേവിയോടുകൂടി ചെയ്യാനായിട്ടാണ് ഒരു ആഗ്രഹം തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ചത്. അപ്പം വേവിച്ച ആ ഇറച്ചിയുണ്ട് നമ്മൾ വെച്ചിരുന്നത്, അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കണം. നന്നായിട്ട് കാണാമല്ലോ. നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. പിന്നെയാളും ചേർക്കാം, പക്ഷേ ഇപ്പോൾ ചേർക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ. പിന്നെ ആ പാന് നന്നായിട്ട് മൂടി വെക്കുക. പാന് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് കണ്ടോ, അതുപോലെ ഇളക്കിയെടുത്തിട്ട് ആ പാന് മൂടി വയ്ക്കുക. മൂടി വെച്ച് അതിലെ ഇറച്ചിയിലെ വെള്ളം വറ്റണം കേട്ടോ. ഇറച്ചിയിലെ വെള്ളം വറ്റണം. കാരണം നമ്മളത് ഫ്രൈ ചെയ്യാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ടല്ലോ. ഇറച്ചിയിലെ വെള്ളം വറ്റി ഒരു കുഴമ്പ് പരുവത്തിലായി ആകണം. കാണാമല്ലോ. ഇനിയിപ്പോൾ നമ്മളത് മൂടാൻ പോവുകയാണ്. മൂടിക്കഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചേക്കുകയാണ് കേട്ടോ. അങ്ങനെ വെച്ച് നമ്മൾ പറഞ്ഞ പോലെ ഇതിൽ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ രുചിക്ക്. അത് ഓപ്ഷനിലാണ് കേട്ടോ.
അത് നിർബന്ധമൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് വെച്ചാൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം കേട്ടോ. പിന്നെ അത് വേകണം, എന്നാണേലും നന്നായിട്ടിരുന്ന് വേകണമല്ലോ. വെന്ത ഇറച്ചിയാണെങ്കിലും പിന്നെ ഇതിനകത്തിരുന്ന് കൂട്ടി ഇതിൻ്റെ ഈ സ്പൈസസ് എല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ ഒരു നല്ലൊരു ഇതിലായിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. അത് വറ്റിക്കഴിഞ്ഞ് ഏതാണ്ട് കേട്ടോ, നന്നായിട്ട് വറ്റി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇനി കുറച്ച് പെപ്പറും എല്ലാം കൂടെ നമ്മൾ ചേർക്കുന്നത് നല്ലതായിരിക്കും. പെപ്പർ മില്ലുണ്ടെങ്കിൽ അത് പെപ്പർ അത് നമുക്കത് അതിനകത്തേക്ക് ഇടാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ആ പെപ്പർ അങ്ങനെ ഇട്ടു. കുരുമുളക് പൊടിച്ചത്, പിന്നെ അപ്പോൾ കുറച്ചുകൂടി രുചി നമുക്ക് കിട്ടും. ഇച്ചിരി കറിവേപ്പിലൊക്കെ അതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേനും അതിന് നല്ലൊരു രുചി വരും കേട്ടോ. അതാണ്. ഇപ്പുറത്തെ ആ പാൻ കണ്ടോ, അതിനകത്ത് ഞങ്ങൾ കുറച്ച് ചാറ് കറിയായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ തേങ്ങാപ്പാൽ ചേർക്കണം. അതിനകത്ത് കുറച്ച് മാറ്റി വെച്ചിരുന്നതില്ലേ തേങ്ങാപ്പാലും ചേർത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ അതിനകത്തിട്ട് ഇളക്കിയിട്ട് കുറച്ചുകൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ അതിനകത്ത് ചേരും. അപ്പോൾ പിന്നെ അത് നല്ലൊരു, ഇപ്പം നമുക്ക് വറുത്തതായി, ഫ്രൈഡുമായി, പിന്നെ ചാറുള്ള ഗ്രേവിയുള്ള ഒരു കറിയുമായി. അപ്പം നമുക്ക് എന്ത് വേണം, നമുക്ക് ഇഷ്ടമുള്ളത് പിന്നെ പോലെ കഴിക്കാൻ പറ്റും. ഓക്കെ.